ചേച്ചിയും ഋതുമോളും ഒക്കെ കുറച്ച് അകൽച്ചയുണ്ട്. ഇനി അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ. അത് മാറ്റിയെടുത്തേ പറ്റൂ. അത് ശരിയാവില്ല പ്രതാപ. ശരിയാകണം, ശരിയായേ പറ്റൂ. മനസ്സൊന്ന് ശാന്തമാക്കണം. ദീപകിന്റെ കാര്യം മറക്കാൻ ഏറ്റവും നല്ല സ്ഥലം രാജുവിന്റെ വീടാ. ആ നല്ല മനുഷ്യരോടൊപ്പം 3-4 ദിവസം താമസിച്ച പിന്നെ ഗംഗയിലും യമുനയിലും നർമ്മദയിലും ഒന്നും പോയി മുങ്ങിനവരുടെ ആവശ്യമില്ല. മനസ്സിലേക്ക് വെളിച്ചം അടിച്ചു കയറുന്നതിനപ്പുറം മറ്റൊരു പുണ്യവും ചേച്ചി. ഞാൻ എങ്ങോട്ടും ഇല്ല പ്രതാപ. ചേച്ചി, അതെന്റെ മകളുടെയും മരുമകന്റെയും വീടാ. എന്റെ ചേച്ചി അവിടെ പോയേ പറ്റൂ. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. നീ ഇങ്ങനെ പറഞ്ഞാ പിന്നെ എനിക്ക് എതിര് പറയാൻ പറ്റില്ല. ശരി, ഞാൻ പോകാം. പിന്നെ നിന്നെ എയർപോർട്ടിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അതുപോരെ? ഇതിനുള്ള ഡോസ് ഞാൻ നിനക്ക് ഉടനെ തരാം. നീ ആഭ്യന്തരം ഭരിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്നാ ഞാൻ റെഡിയാവട്ടെ. ശരി മാവ. ഇവൻ എന്നോട് പകരം വീട്ടുന്നതല്ലേ? ഞാനിപ്പോ മിനിസ്റ്ററും അല്ല, നീ എന്റെ പിയും അല്ല. നമ്മളിപ്പോ അമ്മായി അച്ഛനും മരുമോനും മാത്രം. ഈ സാറേ എന്ന വിളി മാറ്റി അച്ഛാന്ന് വിളിക്കടാ. അത് ഞാൻ വിളിച്ച് ശീലിച്ചു പോയതാ. ഇനി മാറ്റാൻ ഇത്തിരി പാടാ. പാടല്ല, ചമ്മല്. എന്നാലും മരുമകന്റെ അച്ഛാന്ന് വിളി കേൾക്കാൻ അമ്മായി അച്ഛനായ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? സാർ എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ വിഷയം മാറ്റിവിടുക. സാർ എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എന്താ? ഞങ്ങൾക്ക് ഇപ്പോ ഇങ്ങനൊരു ടൂർ അറേഞ്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോന്ന്. അതാണോ? എന്റെ തിരക്കിനിടയില് നിങ്ങളുടെ പല കാര്യങ്ങളും മനഃപൂർവ്വം അല്ലാതെ മറന്നു പോകുന്ന ഒരു അച്ഛനാണ് ഞാൻ. ഡിപ്രഷൻ കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അകപ്പെട്ടു പോയാനാ ഞാൻ. എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് നിങ്ങളാ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു റെസ്റ്റൊക്കെ വേണ്ടേ? ഒരു ചേഞ്ച്. പ്രതാപം പറഞ്ഞത് ശരിയാ. അല്ല, നിങ്ങളിങ്ങനെ ഓർഡിനറി ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കുന്ന പോലെ ഓടിയാ മതിയോ? നിങ്ങൾക്ക് വേണ്ട ഒരു ലൈഫ്? അതല്ലേ അവൻ ചോദിക്കുന്നേ. ചെറുപ്പക്കാരല്ലേ, വല്ലപ്പോഴും ഒക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കും. കാട്ടിലോ മേട്ടിലോ ഒക്കെ ഒന്നുപോയി കറങ്ങ്. ഇമ്പോർട്ടന്റ് ആയ കാര്യം അതൊന്നുമല്ല. എനിക്ക് വയസ്സായി. ഒരു അപ്പൂപ്പനാവാനുള്ള ആഗ്രഹമൊക്കെ എനിക്കും ഇല്ലടാ. ആ മേളിൽ കിടക്കുന്ന തൊട്ടിൽ ഇങ്ങനെ വെറുതെ കിടന്നാ മതിയോ? ഒരു കാര്യം ചോദിക്കാൻ വന്നവരെ സാറ് വെറുതെ നാണം കെടുത്തി വിടുക. ഈ തക്കത്തിൽ ഇവന്റെ ചങ്കിനിട്ടൊരു കൊട്ടു കൊടുക്കാം. മാത്രമല്ല, ഈ അച്ഛൻ മകൾ പുന്നാരം റൂട്ട് തിരിച്ചു വിടണം. അവിടെ ഉള്ളവരുടെ സ്വസ്ഥത ഇവര് നശിപ്പിക്കും. ആ നല്ല മനുഷ്യർക്കൊക്കെ ഇവര് പാരാവില്ലേ? അവര് ആളൊരു ശല്യം തന്നെയാണ്. പക്ഷെ വർമ്മ സാറ് പറഞ്ഞ നമുക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റൂ. അച്ഛൻ എന്ത് വിചാരിച്ചാ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? ഹേയ്, സാറൊരു നല്ല ഉദ്ദേശത്തിലാ അത്ര ഒരു തീരുമാനം എടുത്തത്. ഇവര്
ഏത് നേരവും നമ്മളോട് ഫൈറ്റ് അല്ലേ? അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ സാർ ഈ ഐഡിയ വെച്ചത്. അച്ഛൻ ഇതുവരെ ഇവരെ ഒട്ടും പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ സാറിന്റെ ജീവിതം ഇതുപോലെ തകരുമായിരുന്നോ? എത്ര സന്തോഷത്തോടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചേനെ. രാജു, ഈ ഒരു പ്രശ്നത്തിന് എന്താ പരിഹാരം? ഇതിനിപ്പോ തൽക്കാലം വേറെ വഴിയൊന്നുമില്ല. വർമ്മ സാറിനെ ധിക്കരിക്കാൻ എന്തായാലും പറ്റില്ല. അവര് കൂടെ വരട്ടെ. അംബിക വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് അച്ഛനും അമ്മയും കൂടി അഡ്ജസ്റ്റ് ചെയ്തോളും. ഇതിലും വലിയൊരു മുതുപാര അവിടെയുണ്ട്. അളിയന്റെ അമ്മ, സ്മോൾ അമ്മിനി. അളിയന്റെ അമ്മയും ഈ വെകിടന്റെ അമ്മയും കൂടി ആ വീട് അലങ്കോലാക്കുമെന്ന എന്റെ പേടി. ആശ്രമം പോലത്തെ ആ വീട് ഒരു ഫിഷ് മാർക്കറ്റ് ആക്കും. 2 ചന്തകളും, ഒന്ന് അമ്മിണി, ഒന്ന് അമ്പിക. എന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. എന്താ? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി അംബിക തന്നെ ഈ വരവിൽ നിന്ന് പിന്മാറിയേക്കും. വിശ്വസിക്കാൻ പറ്റില്ല രാജു. ഈ സ്ത്രീ ഒരു വിഷോ. വീട് കുളം തോണ്ടാനുള്ള എന്തെങ്കിലും ഒരു പ്ലാനുമായിട്ടാണ് വരുന്നതെങ്കിലോ? അതേ, അപ്പ നമുക്ക് ഡീൽ ചെയ്യാം. എന്റെ റിത്ത് മോളെ, നീ വാ. നമുക്കേ വർമ്മ സാറിന് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നീ എന്നോ? ആ, എന്താ? എനിക്കാകെയുള്ള ഒരു ഭാര്യയെ നീ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? രാജു, രാജുവിന്റെ ആ ഋതുമോളെന്നുള്ള വിളി കേൾക്കുമ്പോ എനിക്ക് മനസ്സിനുള്ളിലെ ഒരു ഐസ് പോലുള്ള കുളിരിന്റെ തണുപ്പ. അതിനെയാണ് ആലിപ്പഴം പെയ്യുന്നു എന്ന് പറയുന്നത്. ആലിപ്പഴോ? ആ, ഞാൻ വളരെ സ്വീറ്റായിട്ട് ഋതുമോളെ എന്ന് വിളിക്കുമ്പോ ദൈവ ആകാശത്തുനിന്ന് ആലിപ്പഴം പെയ്യിക്കുന്ന ഇങ്ങനെ മണിയായി ആലിപ്പഴം മണ്ണിലേക്ക് വീഴും. പോടാ അവന്റെ ഒരു നോണ.